ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അതുൽസ് ട്രാവൽ ഫോളിയോ. അങ്ങനെ ഇന്ന് നമ്മളിപ്പോൾ രാമക്കൽമേട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഒരു 4 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അനന്തു, ജയജീവൻ, സന്തോഷ്, പ്രശാന്ത്, അങ്ങനെ 4 പേരുണ്ട്. അപ്പം അനന്തുവിനെ മാത്രമേ എനിക്ക് നേരിട്ട് അറിയത്തുള്ളൂ, കാരണം ബാക്കി എല്ലാവരും എൻ്റെ പബ്ജി സ്ക്വാഡ് മേറ്റ്സ് ആണ്. അപ്പം നമ്മൾ 2 കൊല്ലത്തൊരു പരിചയം ഉണ്ടെങ്കിലും ആരും ഇന്നേ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് എല്ലാവരെയും കാണുവാണ്. അപ്പം ഈ പോകുന്നൊരു റൈഡും പിന്നെ തമിഴ്നാടിൻ്റെ ഒരു അടിപൊളി ആ ഒരു വ്യൂ കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഹോം സ്റ്റേയുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ബാക്കി രാമക്കൽമേടിൻ്റെ വീഡിയോ എല്ലാം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് വ്ലോഗിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ബോർഡർ ക്ലാസിക് ഹോം സ്റ്റേയിലെത്തി. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ്. പച്ചപ്പും ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ആ സൈഡിലെ ചെടികളും കാര്യങ്ങളും എല്ലാം നല്ലൊരു ആംബിയൻസ് ആണ്. നൈറ്റാണ് ഇതിൻ്റെ ഒരു കൂടുതൽ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കുക. പിന്നെ ഇതാണ് നമുക്ക് വരുന്ന ബെഡ്റൂം. അപ്പം ഇതുപോലത്തെ ഒരു സെയിം ബെഡ്റൂമാണ് തൊട്ടടുത്ത് ഉള്ളത്. അപ്പം ഒരു റൂമിൽ 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നു എന്ന് പറയുന്നത് ഒരു ഡ്രസ് ഹാങ്ങിങ് സ്റ്റാൻഡ്, 2 ചെയർ, ഒരു ടീപ്പോ. ഇതാണ് ഒരു റൂമിലുള്ളത്. 2 റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ബാത്റൂം. അങ്ങനെ ഉച്ചത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് രാമക്കൽമേട് വ്യൂ പോയിൻറ്റിലേക്കാണ്. അപ്പം നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്നും ഒരു 1.25 കിലോമീറ്ററൊക്കെ വരത്തുള്ളൂ രാമക്കൽമേട് വ്യൂ പോയിൻറ്റിലേക്ക്. ഒരു 1/2 കിലോമീറ്റർ നമുക്ക് ട്രക്ക് ചെയ്ത് കയറി പോകാനായിട്ടുണ്ട്. അപ്പം ആ ഒരു ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ടോപ്പിൽ കയറി ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചപ്പം അത് നടന്നില്ല. കാരണം അവിടെ ഫിലിം ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. സോ കയറ്റി വിട്ടില്ല. അപ്പം ഓക്കെ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ അവിടെ എത്തിയപ്പം ഇതിൻ്റെ ബാക്കി ഷൂട്ടിംഗ് ഉണ്ട് ദേ അവിടെ.
അങ്ങനെ രാത്രിയായി. അപ്പം നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പിലേക്കൊക്കെ കടന്നു. അപ്പം വരുന്ന വഴിക്ക് തൂക്കുപാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടെ നിന്നും ചിക്കനും ചാർക്കോളും ബാക്കി സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ സ്റ്റാൻഡ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ബാർബിക്യൂ സോസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പം അതൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ സൺറൈസും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുവാണ്. ഇവിടുത്തെ ആ ഒരു കാണുന്ന സ്ഥലത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയും ഇല്ലാത്തതാണ് രാത്രി. കാരണം അവിടെ ഒരുപാട് വീടുകളുണ്ട്. അത് ലൈറ്റ്സ് എല്ലാം ഓണാക്കി കഴിയുമ്പം ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു സ്ഥലത്തിരുന്ന് ആ ഒരു നൈറ്റ് വ്യൂ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു വൈബാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ റേറ്റും ബുക്കിംഗ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്തോളുക. അങ്ങനെ ഞങ്ങളൊരു 10 മണിയോട് കൂടി ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇവിടെ നിന്ന് പിന്നെ നേരെ പോയത് കൽവാരി മൗണ്ടിലേക്കാണ്. അപ്പം അത് നെക്സ്റ്റ് വ്ളോഗായിട്ട് ഇടാം. പിന്നെ ഞാനും ആനന്ദവും ഇവിടെ ഹോം സ്റ്റേയിൽ ഒരു 4-5 തവണ മുന്നേ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി 3 പേര് ആദ്യമായിട്ടാണ് വരുന്നത്. അവർക്ക് ഈ ഹോം സ്റ്റേ അതിൻ്റെ ഒരു ആംബിയൻസും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നെക്സ്റ്റ് മന്ത് ഫാമിലിയുമായിട്ട് വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് അവർ ബുക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഞാൻ ബുക്കിംഗ് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഇനി അടുത്തത് കാൽവാരി മൗണ്ടാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഗുഡ് ബൈ.